നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ടൈം ട്രാവൽ നടത്തിയാലോ? നേരെ 1952ലേക്ക്. ആ വർഷത്തെ അഖണ്ഡജ്യോതി മാസികയുടെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മുടെ ജീവിതത്തിന് വെളിച്ചം തരുന്ന എന്താശയങ്ങളാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊരുമിച്ച് കണ്ടെത്താം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയൊരു തോന്നൽ വരാറില്ലേ? നമ്മളെങ്ങോട്ടേ പോണേ? ശരിയായ വഴി ഏതാണ്? ഒരു വ്യക്തി എന്ന നിലയിലും എന്തിന് ഒരു സമൂഹം എന്ന നിലയിൽ പോലും നമുക്ക് ഈ ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. അപ്പൊ ശരിക്കും എവിടെ നിന്നാണ് നമുക്ക് കൃത്യമായൊരു വഴികാട്ടിയെ കിട്ടുക? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ 1952ലെ ഈ മാസികയുടെ കാതൽ. അപ്പോ എന്താണ് ഈ മാസികയുടെ പിന്നിലെ ആ ഒരു ശക്തി? അത് ശാന്തികുഞ്ച് എന്ന പ്രസ്ഥാനമാണ്. അവരുടെ ലക്ഷ്യം വളരെ വലുതാണ്. പുരാതന ഭാരതീയ ജ്ഞാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകമെമ്പാടും ഒരു ധാർമ്മികവും ആത്മീയവുമായൊരു ഉണർവ്, ഒരു നവോത്ഥാനം തന്നെ സൃഷ്ടിക്കുക. ഈ വലിയ മുന്നേറ്റത്തിനൊരു പേരുണ്ട്, യുഗ് നിർമ്മാൺ യോജന. ഇതൊരു വെറും സ്വപ്നമൊന്നുമല്ല കേട്ടോ, ഇതൊരു ആക്ഷൻ പ്ലാനാണ്. ഓരോ മനുഷ്യന്റെയും ചിന്തയെയും സ്വഭാവത്തെയും ശുദ്ധീകരിച്ച് ആത്മീയതയുടെ അടിത്തറയിൽ ഒരു പുതിയ യുഗം തന്നെ പടുത്തുയർത്താനുള്ള ഒരു വലിയ ദൗത്യമാണിത്. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യമല്ലേ, എവിടെയാണ് വഴികാട്ടിയെന്ന്? ഇതാണ് ഉത്തരം. ഈ മാസികയുടെ താളുകളിൽ ആ വഴികാട്ടി ഒളിഞ്ഞിരിപ്പുണ്ട്. ലോകത്തെ മാറ്റിമറിക്കാനുള്ള ഒരു സമ്പൂർണ്ണ രൂപരേഖ, ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് ഇതിന്റെ ഓരോ താളിലും.